സ്വകാര്യ മൊബൈൽ സേവന ദാതാക്കൾ താരിഫ് കൂട്ടിയതിൻ്റെ കോളടിച്ചത് നിരക്ക് കൂട്ടാതിരുന്ന BSNL-നാണ്. ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ അഥവാ വി എന്നീ കമ്പനികളിൽ നിന്ന് BSNL-ലേക്ക് വരുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ തലത്തിൽ ഈ പ്രവണത ഉണ്ടെങ്കിലും കേരളത്തിലാണ് ഏറ്റവും മികച്ച പ്രതികരണം. മറ്റ് കമ്പനികളുടെ ഉയർന്ന താരിഫ് നിലവിൽ വന്ന ശേഷമുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ BSNL-ലേക്ക് വരുന്ന വരിക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അത് BSNL നിന്നും വിട്ടുപോകുന്നവരെക്കാൾ കൂടിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു മാറ്റമുണ്ടായതിനെ അനുകൂലമാക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ BSNL-ലും ആരംഭിച്ചു. ജൂലൈ 1 മുതൽ സ്വകാര്യ കമ്പനികൾ താരിഫ് കൂട്ടി. ജൂലൈ 10 മുതൽ 17 വരെയുള്ള കണക്ക് പ്രകാരം BSNL നിന്ന് 5831 വരിക്കാരാണ് വിട്ടുപോയത്. എന്നാൽ ഈ കാലയളവിൽ BSNL-ലേക്ക് മറ്റ് കമ്പനികളിൽ നിന്ന് മടങ്ങി വന്നവർ 5921 പേരാണ്. വരിക്കാർ മൊബൈൽ സേവന കമ്പനികൾ മാറുന്നതിനെ സിം പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. പോർട്ടിംഗ് നിലവിൽ വന്ന ശേഷം ചുരുക്കമായാണ് വിട്ടുപോയവരേക്കാൾ വന്നു ചേർന്നവരുടെ എണ്ണം ഉണ്ടായ സംഭവം BSNL-ൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ മാസം ഇതേ കാലയളവിൽ കേരളത്തിൽ, അതായത് ജൂൺ 10 മുതൽ 17 വരെ BSNL നിന്ന് വിട്ടുപോയത് 8444 പേരായിരുന്നു. ഈ സമയത്ത് മറ്റ് കമ്പനികളിൽ നിന്ന് BSNL-ലേക്ക് വന്നവരാകട്ടെ വെറും 1730 പേരും.